ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് ഇവിടെ ഒരു കിഡിലും കുമ്പളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് പല രീതിയിലും ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള വേ ആണ് കാണിച്ചു തന്നത്. നമ്മൾ വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ അടിപൊളി കുമ്പളപ്പം തയ്യാറാക്കുന്നത്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുമ്പളപ്പം തയ്യാറാക്കാനായിട്ട് ഇവിടെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് കുറേ തരത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനായിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാനായിട്ട്. ഇവിടെ നമ്മൾ 250 ഗ്രാം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നൂലപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ വറുത്ത അരിപ്പൊടി തന്നെയാണ്. പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ചിരണ്ടിയത്, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും. തേങ്ങയും പഞ്ചസാരയും മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിൽ ശർക്കരയല്ല ഇടുന്നത്, തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന മാതിരി കുഴച്ചെടുക്കാം. ഇത് ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് തിളപ്പിച്ച വെള്ളമാണ്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ ഈ ഒരു പരിവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന മാതിരി നല്ല സോഫ്റ്റ് ആയി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടി എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1 കപ്പ് നമ്മൾ തേങ്ങ ചെരുവി വെച്ചത് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരേന്റെ അളവ് കൂട്ടാനൊക്കെ പറ്റിട്ടോ, കൂട്ടേ കുറയ്ക്കുക എന്താ ചെയ്യാം. നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത്. അപ്പൊ നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്, നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വർക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് നമ്മളൊരു പ്ലാവിന്റെ അവിടെ നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നല്ല ഭാഗമാണ് ഉള്ളിലേക്ക് വരേണ്ടത്. നമ്മൾ ഇങ്ങനെ നേരെ മടക്കുക. നമ്മൾ ഈ കടലൊക്കെ വാങ്ങാൻ കിട്ടുന്നത് പോലെ തന്നെ നമ്മൾ ഇതേമാതിരി എടുക്കുക. നമ്മൾ ഈ കടലൊക്കെ വാങ്ങുമ്പോൾ ഇതേമാതിരി ഇങ്ങനെ കിട്ടൂലേ, അതേമാതിരി നമ്മൾ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളൊരു പച്ച ഈർക്കലാണ് എടുത്തത്. അപ്പൊ ഈർക്കല കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂർപ്പിക്ക് ഉപയോഗിച്ചിട്ടും ഇതേമാതിരി ഇങ്ങനെ കുത്തി വെക്കാം. നമ്മൾ ഇതേമാതിരി കുത്തുക ഇതിന്റെ ഉള്ളിൽ കൂടെ. എന്നിട്ട് ഇത് ലോക്കാക്കി വെക്കണം. ഇത്ര ഉള്ളു, വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേമാതിരി നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം. ഒന്നും കൂടെ ചെയ്യുന്നത് കാണിക്കാം. ഇതേമാതിരി എടുക്കുക, മറ്റേ ഇവിടെ മടക്കുക, ഇത്ര മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ പച്ച ഈർക്കലയാണ് എടുത്തത്, അത് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടൂർപ്പിക്ക് ഉപയോഗിച്ചാലും മതി. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് അടുത്തതായിട്ടുള്ള പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുമ്പിളിൽ നമ്മൾ ആദ്യം കുഴച്ച് വെച്ച മാവ് എടുത്തിട്ട് കുറച്ച് ബോളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതേമാതിരി നമുക്ക് നന്നായി പ്രസ് ചെയ്തെടുക്കാം. പ്രസ് ചെയ്ത് കൊടുക്കാം. നടുവിൽ ഇതേമാതിരി ചെറിയൊരു ഗ്യാപ്പ് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമ്മൾ പഞ്ചസാര തേങ്ങ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഇത് ഫില്ലായി നിൽക്കുന്നത് വരെ. എന്നിട്ട് ശേഷം നമ്മൾ കുറച്ചും കൂടി മാവ് എടുത്തിട്ട് ഇതിന്റെ മേലെ നമുക്ക് സീൽ ചെയ്ത് വെക്കാം. ഇത്ര ഉള്ളൂ നമ്മളെ പണി. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയ്ക്കും സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണല്ലോ. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കണം. എന്താ ഇത്രേ ഉള്ളൂ നമ്മളൊരു കുമ്പിള റെഡിയാക്കാനായിട്ട്. വളരെ സിമ്പിളാണ്. ഇതേമാതിരി നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഇത്രയും കുമ്പളപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ഇഡ്ഡലി തട്ടിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഇഡ്ഡലി തട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എല്ലാ കുമ്പളപ്പവും വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ നമ്മൾ 20 മിനിറ്റ് നമ്മളെ കുമ്പളപ്പം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് നമ്മളെ കുമ്പളപ്പം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ അടിപൊളി കുമ്പളപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഒരു കിഡിലൻ റെസിപ്പി തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു 3 ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഇത് വേറെ രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട്, പക്ഷെ ഇത് നമ്മുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് ഞങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും വീട്ടിൽ നാളെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ പീയൂഷ് പറഞ്ഞതുമാതിരി ഈ കുമ്പിളപ്പം ഒരു നാടൻ പലഹാരമാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഞങ്ങൾ അറിയിക്കണേ.
ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ മിനിമം ഒരു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ അഭിപ്രായ നിർദ്ദേശങ്ങളിലെ താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ലഭിക്കാനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി അടിച്ചാലേ ഞങ്ങൾ ഇതുപോലെ ഇടുന്ന നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പിയൂഷ് സൈനിങ് ഔട്ട്.